വാർത്തകൾ വിശദമായി. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്ക്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലും തട്ടിപ്പ് നടത്തിയത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ്. 60,000 രൂപ അടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം. ഇതായിരുന്നു വാഗ്ദാനം. തട്ടിപ്പിൽ കുടുങ്ങിയതേറെയും സ്ത്രീകൾ. പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തത്. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണം നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. പിന്നാലെയായിരുന്നു ഇരുചക്രവാഹനം എന്ന വാഗ്ദാനം. അതായത് ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പേരിൽ 2 വീലർ, പിന്നെ ഹോം അപ്ലയൻസസ് അങ്ങനെയെല്ലാം കൊടുക്കണം. അങ്ങനെയുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അത് മാത്രമല്ല ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. തയ്യൽ മെഷീൻ പോലുള്ള സാധനങ്ങളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ 2 വീലറിന് ഹോം അപ്ലയൻസസിനാണ്. അപ്പോൾ കുറേ കാലം അവർ പറഞ്ഞ ഒരു 100 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു പറഞ്ഞത്. വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 100 വർക്കിംഗ് ഡേയ്സ്. ഈ 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി, എപ്പോഴാ തരിക. അപ്പോൾ ഇവർ ഓരോ അവധി പറഞ്ഞ് അങ്ങ് പോയി. ലാസ്റ്റ് അവർ പറഞ്ഞ അവധിയാണ് ജനുവരി 31 എന്ന് പറയും. ജനുവരി 30 രാത്രി അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഈ പ്രൊമോട്ടേഴ്സ്മാരോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു. പക്ഷേങ്കിൽ അവർ പറഞ്ഞത് അപ്പോൾ അനന്തകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് വോയിസ് നമുക്ക് തരുമായിരുന്നു. അപ്പോൾ നമ്മൾ അനന്തകൃഷ്ണനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്നാണ് ഈ മോഹനൻ എന്ന് പറയുന്ന അടക്കമുള്ള പ്രൊമോട്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാം എന്നുള്ളൊരു അപ്പോൾ നമ്മളെ കൂടെ നിന്നില്ല. നമ്മൾ കേസ് കൊടുക്കുന്നു, നാളെ പോകുന്ന കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ശനിയാഴ്ച രാവിലെ വരെ നമ്മളെ കുറേ ആൾക്കാരെ പേഴ്സണലി വിളിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ കേസിന് പോകരുത്, നിങ്ങൾ കേസിന് പോയാൽ അയാൾക്ക് ജാമ്യം കിട്ടില്ല, ജാമ്യം കിട്ടാണ്ടെന്നാൽ പിന്നെയും ലേറ്റ് ആവും, നിങ്ങൾക്ക് വണ്ടിയും കിട്ടില്ല, അപ്പം നിങ്ങൾക്ക് പൈസയും കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ പിടിച്ചിരുത്തി. എന്നിട്ട് നമ്മൾ വളർത്തുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പോയി. പക്ഷെ അന്ന് വൈകുന്നേരം വരെ നിന്നിട്ട് ഒരു തീരുമാനം സി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ വരെ അവർക്ക് സമയം കൊടുക്കാം, അവർക്കൊരു തീരുമാനമാക്കാൻ വേണ്ടി. തിങ്കളാഴ്ച രാവിലെ നമ്മൾ വെയിറ്റ് ചെയ്തു. അവരിവിടെ SP ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അടങ്ങുന്ന കുറച്ച് ആൾക്കാർ, ഒരു 400 ചില്ലറ ആൾക്കാർ അടങ്ങുന്ന ഒരു കണ്ണൂരിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ഇതിൽ പറ്റിക്കപ്പെട്ടു, ഇത്ര കോടി രൂപയാണ് പറ്റിക്കപ്പെട്ടത്, അനന്തകൃഷ്ണനാണ് പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ നമ്മളെ കൂടെ നിൽക്കാണ്ട് നമ്മൾ അവർക്കെതിരെ പ്രൊമോട്ടേഴ്സിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നു അറിഞ്ഞപ്പോൾ ഇവർ നമ്മളെല്ലാവരും കൂടി ചേർത്തിട്ട് അവർ പെടാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കംപ്ലൈന്റ് കൊടുത്തു. നിങ്ങൾ ആരൊക്കെയാണോ പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ച പരാതിക്കാരൻ അത്ര വരെ നമ്മളെ കൂടെ അവർ നിന്നിട്ടില്ല. നമ്മളെ കൂടെ നിൽക്കാണ്ട് അവർ പെട്ടെന്ന് അവരുടെ അടുത്തുനിന്ന് പൈസ പോകുന്നുള്ള രീതിയായപ്പോൾ അവരെല്ലാവരും വേണ്ടി ഇവിടെ കംപ്ലൈന്റ് കൊടുത്തു. ഇപ്പൊ നമ്മൾ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, സാർ ആ മോഹൻ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത കംപ്ലൈന്റ് നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പരാതി തരാം, എല്ലാവരുടെ പേരും വെച്ച് ഒരു പരാതി തരാം, അത് വളവട്ടണം സ്റ്റേഷനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ഓരോരാളെയും ഒന്നിക്കൽ വിളിച്ചിട്ട് മൊഴിയെടുക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരാളെ വിളിച്ചിട്ട് മൊഴിയെടുക്കും. എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു 3 ആൾ കൂടിയിട്ടുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. ഒരു രേഷ്മ, രാജാമണി, പിന്നെ ഈ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ആൾ കൂടിയിട്ടുള്ള കണ്ണൂർ സീഡ് സൊസൈറ്റിന്റെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാം, ചിലപ്പോൾ 16 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ആവാം. അപ്പൊ അതിൽ നിന്ന് ഒരു അനുപാതത്തിൽ വീതിച്ചു തരാം എന്നാണ് CA അന്ന് തിങ്കളാഴ്ച വൈകുന്നേരം ഒരു തീരുമാനം ആക്കിയത്. അതിന് ബുധനാഴ്ച അവർക്ക് ഡേറ്റ് കൊടുത്തു. ഇന്ന് ഡേറ്റ് കൊടുത്തു. ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ട് വരണം. പക്ഷേ ഈ സീഡ് സൊസൈറ്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്തിട്ട് വന്നിട്ട് പോകേണ്ട കാര്യമില്ല. ഇത്രയും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്താലേ ഇനി അവർക്ക് എത്ര രൂപ ട്രാൻസാക്ഷൻ നടത്തുന്നുള്ളത് അറിയാൻ പറ്റും. അല്ലാണ്ട് ഈ സീഡ് സൊസൈറ്റിയിൽ ഇത്രയും 10 ഉള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്താ കാര്യം? ഇവരെല്ലാം കൈപ്പറ്റിനോടുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പൊ ഇങ്ങനെ അവിടെ വളവട്ടമ സ്റ്റേഷനിൽ 50,000 മുതൽ 60,000 രൂപ വരെയാണ് പലരിൽ നിന്നും പിരിച്ചെടുത്തത്. 100 ദിവസത്തിനകം വാഹനം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. മാസങ്ങൾ കഴിഞ്ഞതോടെയാണ് തട്ടിപ്പെന്ന് വ്യക്തമായത്. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകുന്നത് എന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയുടെ പേരിലും തട്ടിപ്പ് നടന്നു. കണ്ണൂർ, വളപട്ടണം, മയ്യിൽ, ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 2000-ഓളം പേരാണ് ഇതുവരെ പരാതിയുമായി എത്തിയത്.